അല്ല, ഇവർ തമ്മിലൊരു പ്രണയമുണ്ട്. ഫർണിച്ചർ കടയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. ജീവിക്കാനാണെ ഒരുമിച്ച് ജീവിച്ചാൽ മതിയല്ലോ, ഇതിന്റെ ആവശ്യമില്ലല്ലോ. അത് വേറെ കാര്യങ്ങൾ കാണും, അതായിരിക്കും. ഒരു വർഷം തികയുന്നതിന് മുമ്പ് അതിന് മുതലാളിയും അതിന്റെ എല്ലാം എന്ന മാനേജരും അവർ രണ്ടുപേരും കൂടി ഇതാ അതിനകത്ത് നമ്മളകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ബിയർ കുപ്പി ഉണ്ട്, 2 ബിയർ കുപ്പി ഇരിപ്പുണ്ട്, ഗ്ലാസ് ഉണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ ആണെന്നാ പറയുന്നത്. അത് കസ അടിച്ച് പിടിച്ചിട്ടുണ്ട്, പിന്നെ ഗ്ലാസ് അടിച്ച് പിടിച്ചിട്ടുണ്ട്, 2 ജീവൻ പോയി. അതാണ്ട് ഇവിടെയാണ് ഈ ഗ്രില്ല് മാറ്റി കഴിയുമ്പോൾ അകത്ത് ഒരു ഹാള് പോലെ തോന്നുന്നില്ലേ? ഇതൊരു വിശാലമായ ഹാളാണ്. ആ ഹാളിനകത്താണ് 2 ഫാനിലായി ഈ രണ്ടുപേരും തൂങ്ങിയത്. കോഴിക്കോട്ടുകാരനായ ഒരു അലി, അദ്ദേഹം വർഷങ്ങളായി കൊല്ലം ജില്ലയുമായി കേന്ദ്രീകരിച്ച് ഈ ഫർണിച്ചറും മറ്റും അങ്ങനെയുള്ള ബിസിനസ്സുകളെ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. ഇവിടെ ചടയമംഗലത്തിനടുത്ത് തന്നെ മേടയിൽ ഭാഗത്ത് ഫർണിച്ചർ കട തുടങ്ങി. അവിടുത്തെ സ്റ്റാഫായിട്ട് വന്നതാണ് ഈ ദിവ്യാമോൾ എന്നുള്ള സ്ത്രീ. ദിവ്യാമോള് പള്ളിക്കൽ സ്വദേശിയാണ്. ദിവ്യാമോളുടെ ഭർത്താവ് ഒരു ചെടിക്കടയിലെ സ്റ്റാഫാണ്, അത് വർക്കലയിലാണെന്ന് പറഞ്ഞു. ഇവർക്ക് 2 പെൺകുട്ടികളുണ്ട്. ലാവിഷ് എന്ന് പറഞ്ഞ തുണിക്കടയാണ്. വലിയ പുറത്ത് നോക്കുമ്പോൾ വലിയ സംവിധാനമുണ്ട്, എന്നാൽ AC ഒന്നുമില്ല. ആ നിലയിലൊക്കെയാണ് തുണിക്കട തുടങ്ങിയത്. കുറച്ച് സ്റ്റാഫുകളേ ഉള്ളൂ. ഈ കട തുടങ്ങിയപ്പോൾ മുതൽ ഈ ദിവ്യാമോള് ഇവിടുത്തെ മാനേജരായി മാറുകയും അലി വല്ലപ്പോഴുമാണ് കടയിലേക്ക് എത്തുന്നത്. അതുവരെ കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ ഒരു മുതലാളിയുടെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ദിവ്യാമോള് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത്. ഇതിൻ്റെ മുതലാളിയാണെന്ന് വരെ ഈ മാനേജരെ പറ്റി പറയണമെങ്കിൽ അവർ അത്രത്തോളം നല്ല ബന്ധത്തിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇവർക്ക് വേണ്ടിയുള്ള ഒരു റൂമാണ്. മറ്റ് സ്റ്റാഫുകൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇതിനകത്ത് തന്നെയാണ്. 2 ഫാനിലായിട്ട് ഒരാൾ കൈനിയിലും ഒരാൾ ഷാളിലുമാണ് തൂങ്ങിയിട്ടുള്ളത്. മരണത്തിലേക്ക് നയിച്ച് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്. അലിയെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടോ എന്ന് അലിയുടെ ഒരുപക്ഷെ അലി വിവാഹിതനായിരിക്കും, അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ളതാണ്. പിന്നെ ഇതൊന്നും എല്ലാവരും ഒന്നും ഉൾക്കൊള്ളത്തില്ല. അവർ കടയിലെ സാധാരണ കടയിലെ സ്റ്റാഫായിട്ട് വന്ന ഒരാൾ പിന്നീട് ഇവിടുത്തെ അധികാരിയായി മാറി, മാനേജരായി മാറി. ആ നിലയിൽ പിന്നീട് അവർ തമ്മിലുള്ള ഒരു സൗഹൃദമോ പ്രണയമോ ഏതോ ആയിക്കോട്ടെ, എന്തായാലും ഇവർ ഒന്നിച്ചാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത് രാത്രിയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് 2 വലിയ പിള്ളേർ, 2 പാവങ്ങളായിരുന്നു. പെൺകൊച്ചി ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായി പറഞ്ഞത്.